ഇപ്പോൾ നമ്മോടൊപ്പം വിഷുവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഗോൾ എന്ന സിനിമയിലൂടെ നായകനായി മലയാള സിനിമയിലേക്ക് ചേക്കേറിയ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം രജിത് മേനോൻ ലൈനിലുണ്ട്. രജിത്ത്, നമസ്കാരം. ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഓർമ്മകളിലെ വിഷു? നമുക്കറിയാം ഓരോ വർഷം തോറും വിഷുവിലും വിഷു ആഘോഷങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വരിക കുട്ടിക്കാലത്തൊരു വിഷു ആയിരിക്കും. രജിത്തിന് എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും വിഷുവിന്റെ ഏറ്റവും വലിയ ഒരു വ്യത്യസ്തത, ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ നമ്മൾ ചെറുപ്പത്തിൽ വിഷു കൈനീക്കം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും വിഷു കണിയേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു കുട്ടികളായിരിക്കുന്ന സമയത്ത് വിഷു കൈനീട്ടമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം. അതെ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും രാവിലെ എണീറ്റുടനെ കണ്ണു കൂട്ടിയിട്ട് അച്ഛനമ്മയും വിഷു കണി കാണിക്കുക, വിഷു കണി കാണിച്ചിട്ട് വിഷു കൈനീട്ടം കിട്ടുക. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ വിഷു നമ്മളനുസരിച്ച് സത്യം ഉണ്ടാവുക, പൊട്ടിക്കുക, തുടങ്ങിയ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പ്രോസ്പെറിറ്റി നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് എപ്പോഴും വിഷു ഓർമ്മ. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ മുതിർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. നമ്മുടെ താഴെയുള്ള ആളുകൾക്ക് വിഷു കൈനീട്ടം നൽകുക എന്നുള്ളത്. അപ്പം അത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് ലിറ്റി എന്നാണ്. ലിറ്റി. എന്തോ? പിന്നെ തീർച്ചയായിട്ടും തരും. തീർച്ചയായിട്ടും തരും. 2 വയസ്സ് എനിക്ക് കൂടിയിരുന്നാലും കുഴപ്പമില്ല. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ അതൊരു ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ്സ് ആണല്ലോ. ഇന്ന് നമ്മള് വിഷുക്കൈനീട്ടം എന്താ പറയാ, പണ്ടൊക്കെ നമ്മള് ഏറ്റവും കേട്ടിട്ടും അറിഞ്ഞിട്ടും നമ്മളത് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല, ഒരു രൂപയാണെങ്കിൽ കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമാണ്. അത് കൈനീട്ടമായിട്ട് കിട്ടുമ്പോ ഉണ്ടാവുന്ന സന്തോഷം. അപ്പൊ ഇപ്പൊ എവിടെയാണ്? നാട്ടിലുണ്ടോ? അതെ, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. അപ്പം ആഘോഷത്തിന്റെ ആ ഒരു തിരക്കിലാണോ ഫാമിലി ഒക്കെ ആയിട്ട്? അതെ, ഫാമിലിമാരായിട്ട്. ഇപ്രാവശ്യം പിന്നെ എന്റെ മോളുണ്ട്. അപ്പൊ മോള് 2 വയസ്സാണ്. അപ്പൊ ആദ്യത്തെ വിഷു ചെന്നൈയിലായിരുന്നു, രണ്ടാമത്തെ വിഷു തൃശ്ശൂർ ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്ന പോലെ വൈകിട്ട് എന്താ പരിപാടി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇനി എന്താ പരിപാടി? ഇപ്പം രാവിലെ വിഷു കണി ഒക്കെ കഴിഞ്ഞു, വിഷു കൈനീട്ടം കഴിഞ്ഞു. അതേ പരിപാടികളൊക്കെ തന്നെയാണ്. നല്ലൊരു സദ്യ ഉണ്ണുക, പിന്നെ പടക്കം പൊട്ടിക്കുക, പിന്നെ ഫാമിലി എല്ലാവരും റിലേറ്റീവ്സും എല്ലാവരും ചെയ്യുക. ഇതെല്ലാം നമ്മൾ വളരെ ഉറ്റുനോക്കുന്ന സംഭവം തന്നെയാണ്. ശരി, തീർച്ചയായിട്ടും വളരെയധികം നന്ദി. അപ്പൊ നമ്മുടെ TCV പ്രേക്ഷകർക്കായിട്ട് ഒരിക്കൽ കൂടി ഒരു വിഷു ആശംസ. തീർച്ചയായിട്ടും TCV കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഒരു നല്ല വർഷമാവട്ടെ എല്ലാവർക്കും, എല്ലാവരും. ഒപ്പം തന്നെ ഞങ്ങളുടെ ആശംസ ഒരിക്കൽ കൂടി നേരുകയാണ്. രജിത്തിനും ഒപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനും മകൾക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ ഒരു വിഷു ആകട്ടെ. തുടർന്ന് അങ്ങോട്ടും എല്ലാ ആശംസയും ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും രജിത്താണ്, നമുക്കറിയാം ഗോൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി നിരവധി സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച തൃശ്ശൂരിൻ്റെ സ്വന്തം നായകനാണ് രജിത്ത്. രജിത്താണ് വിഷുവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.